അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഫോൾക്സ്വാഗന്റെ അമിയോ അല്ലേ, അതായത് പോളോയുടെ സെഡാൻ വേർഷൻ. യെസ്, പറഞ്ഞോളൂ. പറയുന്നത് പ്രൈസ് ഒന്നും ഫിക്സഡ് പ്രൈസ് അല്ല, പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് തരും അല്ലേ? നെഗോഷ്യബിൾ ആണ് പ്രൈസ് ഒക്കെ, അങ്ങനെയുള്ള കടുംപിടുത്തൊന്നും ഇല്ല ഇവിടെ അല്ലേ? പിന്നെ നിങ്ങൾ വന്ന് വണ്ടി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ എല്ലാ ഷോറൂമിലും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് ഓട്ടോമാറ്റിക് വണ്ടികളാണ് അല്ലേ? ചെറിയ ഓട്ടോമാറ്റിക് വണ്ടികൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഓട്ടോമാറ്റിക് വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. സുനി ഓപ്പൺ മോട്ടർ എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണോ ഈ ഷോറൂമിൽ നിന്നുള്ള. ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, ഇഷ്ടംപോലെ പോളോ, ഹോണ്ട സിറ്റി അതുപോലെയുള്ള കുറേ കാറുകളുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ ആ വണ്ടികൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു സൈഡിലുള്ള വണ്ടികളാണ് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ദിബിനാണ്, ഷോറൂമിൻ്റെ സ്റ്റാഫാണ്. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ വണ്ടികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആക്സിഡൻറ്റ് ഹിസ്റ്ററി അല്ലേ, ഫ്ലഡ് എഫക്റ്റഡ് ആയിരിക്കില്ല. റീപ്ലേസ്മെൻറ്റ് അങ്ങനെ കുഞ്ഞു റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുള്ളൂ. മേജർ ഇഷ്യൂസ് ഉള്ള വണ്ടികളായിരിക്കില്ല. പേപ്പർ ഭാഗം കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വണ്ടിയുടെ എടുത്ത് നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല, എന്നാലും നമുക്ക് പറയാം. എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ യാതൊരു തലവേദനയില്ല, ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യ വണ്ടി പരിചയപ്പെടാൻ പോവാണ്. ഇവിടെ ഒരു വണ്ടി ഒളിച്ച് കിടപ്പുണ്ടല്ലേ, ഹ്യുണ്ടായുടെ വേർനയാണ്. ഇത് ഏതാണ് ഇയർ? ഇത് 2019 മോഡലാണ്. ഓക്കെ. VVT 1.6 SX വേരിയന്റ്. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണറിലാണ്. സെക്കൻഡ് ഓണർ പെട്രോൾ വണ്ടിയാണ്. എത്ര ചോദിക്കുന്ന വില? 8,30,000. 8,30,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കുമല്ലോ? എത്ര വരെ കിട്ടും? ഒരു 7 വരെ, 7 ലക്ഷം രൂപ, 7-7.5 വരെയൊക്കെ ഫിനാൻസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ് ഷോറൂമിലെ എല്ലാ വണ്ടികൾക്കും. അപ്പോൾ അതിൻ്റേതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ വണ്ടിയുടെ അനുസരിച്ച് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് മാറ്റം ഉണ്ടാവും. അടുത്ത വണ്ടി എന്ന് പറയുന്നത് നിസാന്റെ മൈക്ര അല്ലേ? മൈക്ര. ഇതിന്റെ ഡീറ്റെയിൽസ് 2017 മോഡൽ XL വേരിയന്റ്. ഇത് റീരജിസ്റ്റർ വണ്ടിയാണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. നിലവിൽ സെക്കൻഡ് ഓണറിലാണ് കിടക്കുന്നത്. ഡീസൽ വണ്ടി. 3,35,000 രൂപ. 3,35,000 ആണ് നിസാൻ മൈക്രയ്ക്ക് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല പവറുള്ള നല്ല കിടിലൻ വണ്ടി തന്നെയാണ് നിസാൻ മൈക്ര. നല്ല മൈലേജും കിട്ടുന്നത്. ഏകദേശം എന്ത് മൈലേജ് ഉണ്ടാവും വണ്ടിക്ക്? ഒരു 20 എന്തായാലും ഉണ്ട്. 20 മൈലേജ് കിട്ടും. അടിപൊളി കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നിസാൻ മൈക്ര എന്ന് പറയുന്നത്. ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണല്ലോ. എത്ര രൂപ വരെ ഫിനാൻസ് കിട്ടും? 3 രൂപയൊക്കെ വരെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും. ബാക്കി ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഇട്ടാൽ മതി. നേരെ നമ്മൾ അടുത്ത പോകുന്നത് എത്തിയോസ് അല്ലേ? ഇത് 2017 മോഡല് VX ഫുൾ ഓപ്ഷൻ ആണ്. VX ഫുൾ ഓപ്ഷൻ. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണർ പെട്രോൾ ആണ്. പെട്രോൾ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. എത്രയാണ് ചോദിക്കുന്നത്? 5,65,000. 5,65,000 ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് ഒന്നും ഫിക്സഡ് പ്രൈസ് അല്ല, പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് തരും അല്ലേ? നെഗോഷ്യബിൾ ആണ് പ്രൈസ് ഒക്കെ, അങ്ങനെയുള്ള കടുംപിടുത്തൊന്നും ഇല്ല ഇവിടെ അല്ലേ? പിന്നെ നിങ്ങൾ വന്ന് വണ്ടി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ എല്ലാ ഷോറൂമിലും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് വീണ്ടും ഒരു കുറച്ചുകൂടി ലേറ്റസ്റ്റ് മോഡൽ എത്തിയോസ് അല്ലേ? ഇത് 2018 മോഡൽ എത്തിയോസ് ലീവേ അല്ലേ? ഇത് 2018 മോഡൽ VD. ഓക്കെ. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണറിലാണ് കിടക്കുന്നത്. ഡീസൽ വണ്ടി. 7,30,000 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 7,30,000 ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. ഇതിനും ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും. ഏകദേശം 7 രൂപ വരെ, 6-7 വരെ ഫിനാൻസ് കിട്ടുന്നതായിരിക്കും. വീണ്ടും എത്തിയോസ് ലിവ. ഇത് 2014 മോഡൽ. ഓക്കെ. GD. ഇത് റീരജിസ്റ്റർ വണ്ടിയാണ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണറിൽ ഡീസൽ വണ്ടി. 4,15,000. 4,15,000 ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. എത്തിയോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ലെഗ് സ്പേസും നല്ല യാത്ര കംഫർട്ടും ഉള്ള വണ്ടിയാണ്. ടൊയോട്ടയുടെ വണ്ടി എടുത്തു പറയേണ്ട കാര്യമില്ല. യാത്ര കംഫർട്ട് എന്ന് പറയുന്നത് വളരെ അധികം ഉള്ളൊരു വണ്ടിയാണ്. നല്ല മൈലേജും കിട്ടും. എത്തിയോസിന്റെ ഒക്കെ മൈലേജ് എന്തുണ്ടാവും? പെട്രോൾ ആണെങ്കിൽ ഒരു 15-16 റേഞ്ച്. പെട്രോൾ. ഡീസലിന് 20-22 എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ നല്ല മൈലേജ് ഉള്ള വണ്ടി കൂടിയാണ് എത്തിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഓപ്ഷൻ ഉണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, സിൽവർ ഉണ്ട്, കളർ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇല്ലാത്ത വണ്ടി ആരെങ്കിലും കസ്റ്റമർ എൻക്വയറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുമല്ലോ? അറേഞ്ച് കൊടുക്കാം. അതൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചാൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2013 മോഡൽ. ഓക്കെ. VDI. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഇത് 3,75 ആണ് നമ്മൾ ചോദിക്കുന്നത്. 3,75 ആണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. 2013 വണ്ടിയാകുമ്പോൾ ഫിനാൻസ് ഉണ്ടാവും. എത്ര വരെ ഫിനാൻസ് കിട്ടുമായിരുന്നു നമുക്ക്? ഒരു 3
2.5-3 വരെ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഫിനാൻസ് കിട്ടും കേട്ടോ. ഇതിൻ്റെ എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ടയർ കണ്ടീഷൻ ഒന്നും നിങ്ങൾക്ക് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ കിടക്കുന്ന വണ്ടിയുടെ എല്ലാം ടയർ കണ്ടീഷൻ പക്കയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കാൻ വരുന്ന വണ്ടിക്ക് എന്തെങ്കിലും ടയറിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ, തീർന്ന ടയറൊക്കെ ആണെങ്കിൽ അത് മാറ്റിയിട്ട് തരുള്ളൂ. ഈവൻ ഇൻറ്റീരിയറിലെ അപ്പോൾസ്റ്ററി ആയപ്പോലും ക്ലിയർ ചെയ്തിട്ട് നല്ല കുട്ടപ്പനാക്കിയിട്ട് വണ്ടി തരുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ കിടക്കുന്ന കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം ഷോറൂം കണ്ടീഷൻ തന്നെയാണ് എല്ലാ വണ്ടിയിലും കിടക്കുന്നത്. ഇതിനടുത്ത ബലേനോ, ഇത് 2018 മോഡലാണ്. ഡെൽറ്റ ഡീസലാണ്. 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 6,30,000 ആണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. ഇന്റീരിയർ സൈഡിലേക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, കാര്യങ്ങൾ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിൽ അപ്പോൾസ്റ്ററി, സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അലോയ് വീല് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഈ വണ്ടിക്കും ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത സ്വിഫ്റ്റ് 2016 മോഡൽ VDI 1,21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 5 ലക്ഷം രൂപയാണ്. കറക്റ്റ് 5 ലക്ഷം രൂപ. അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ 5 ലക്ഷം രൂപയാണ് ഇവർ ചോദിക്കുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്റീരിയർ ഭാഗമാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗമാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ കിടക്കുന്ന ഒരു സ്വിഫ്റ്റ് ആണ്. ഇതിനും ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിക്കും ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നേരെ അടുത്തത് വരുന്നത് റിച്ചിലേക്കാണ്. 2010 മോഡൽ VDI. ഓക്കെ, 5th ഓണറിലാണ് നിലവിൽ കിടക്കുന്നത്. 5th ഓണറാണ്. 1,22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. 2,20,000 നമ്മൾ ചെയ്യുന്നത്. 2,20,000 ആണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. 2010 മോഡലല്ലേ, അപ്പോൾ ഫിനാൻസ് അവൈലബിൾ ആയിരിക്കില്ലല്ലോ. ഫിനാൻസ് കിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു 2011 മേളിലേക്കുള്ള വാഹനങ്ങൾ 12-ന് ശേഷം 2012-ന് ശേഷമുള്ള വാഹനങ്ങൾക്കാണ് ഫിനാൻസ് കിട്ടാനും കൂടുതൽ സാധ്യതയുള്ളൂ. നേരെ അടുത്ത ഒരു സെലേറിയോ 2016 മോഡൽ VXI. ഓക്കെ, 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറിൽ കിടക്കുന്ന വണ്ടിയാണ്. 3,40,000. 3,40,000 ആണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. ഇത് ഏതായിരുന്നു വേരിയന്റ്? ഇത് VXI ആണ് വേരിയന്റ് വരുന്നത്. 3,40,000 ആണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ. ഇന്റീരിയറിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം മാറ്റി നീറ്റാക്കി ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അടുത്തത് വാഗണർ. ഇത് 2010 മോഡൽ. ഈ വണ്ടിക്ക് പ്രത്യേകത ഉണ്ട്, 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? 2010 മോഡലായിട്ട് വളരെ കുറച്ച് ഓടിക്കുന്ന ഒരാളുടെ 6 കയ്യിലിരുന്ന വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ചോദിക്കുന്ന വില? 2.5 ആണ് ചോദിക്കുന്ന വില അല്ലേ? ഓക്കെ, 2.5 ലക്ഷമാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. വളരെ കുറച്ച് മാത്രം ഓടിച്ചുകൊണ്ട് കിടന്ന ആരുടെയോ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓടി തളർന്ന വണ്ടിയൊന്നുമില്ല 2010 മോഡലാണെങ്കിലും. ഓക്കെ, അടുത്ത വരുന്ന വണ്ടി എന്ന് പറയുന്നത് ഒരു I20 ആണ്. ഈ I20യിൽ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഞാൻ നോക്കിയപ്പോൾ കണ്ടിരുന്നു. അതായത് ഇതിൻ്റെ ബോണറ്റിൽ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തൊരു സ്പെഷ്യൽ ഷേപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ അതെ, ചെറിയൊരു മോഡിഫിക്കേഷൻ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എയർ കട്ടൺ പോലത്തെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്കൊരു ഗ്രില്ല് പോലുള്ള സംഭവമൊക്കെ കൊടുത്തിട്ട് ഇൻറ്റീരിയർ സൈഡിലാണെങ്കിലും നല്ല കട്ട ചുവപ്പിലുള്ള എന്തൊക്കെയോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2011 മോഡല്. 2011 സ്പോർട്സ് വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണറിൽ നടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? പ്രൈസ് 2,30,000. 2,30,000 ആണ് ചോദിക്കുന്ന വില. 2011 മോഡലായതുകൊണ്ട് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കില്ല. റെഡി ക്യാഷ് ഉണ്ടെങ്കിലാണ് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും പ്രൈസിലൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഫോൾക്സ്വാഗന്റെ അമിയോ അല്ലേ? അതായത് പോളോയുടെ സെഡാൻ വേർഷൻ. യെസ്, പറഞ്ഞോളൂ. 2018 മോഡല്. ഹൈലൈൻ ആണ്. CVT ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. 1,21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. എത്ര? 5 ലക്ഷമാണ്. 5 ലക്ഷമാണ് ചോദിക്കുന്ന വില ഈ ഓട്ടോമാറ്റിക് വണ്ടിക്ക്. ഫിനാൻസ് ആസ് യൂഷ്വൽ അവൈലബിൾ ആണ്. 2018 മോഡൽ ആയതുകൊണ്ട് തന്നെ ഏകദേശം എത്ര രൂപ വരെ ഫിനാൻസ് കിട്ടും? നമുക്ക് 4-4.5 വരെയൊക്കെ ഫിനാൻസ് കിട്ടുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. സെഡാൻ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് ഓട്ടോമാറ്റിക് വണ്ടികളാണല്ലേ? ചെറിയ ഓട്ടോമാറ്റിക് വണ്ടികൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഓട്ടോമാറ്റിക് വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഗ്രാൻഡ് ആയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു. 2014 മോഡൽ. ആസ്റ്റ VVT ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? യെസ്. ഇത് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്ന വില? 4,20,000 ആണ് ചോദിക്കുന്ന വില. അപ്പോൾ ഈ വണ്ടിയും അത്യാവശ്യം നല്ല ഗുഡ് കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അടുത്തൊരു ഓട്ടോമാറ്റിക് വണ്ടിയിലേക്ക് വരികയാണ് ടിയാഗോ. 2021 മോഡൽ. ഓക്കെ, ഫുൾ ലോഡ് വണ്ടി. ഏറ്റവും ടോപ്പ് 1.2. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. നമ്മൾ 6.5 ആണ് ചോദിക്കുന്നത്. 6.5 ലക്ഷമാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. ഫിനാൻസ് അവൈലബിൾ ആണ്.
പ്രൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടി ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ വണ്ടിയാണല്ലോ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. വീണ്ടും ഒരു കിഡ് ഓട്ടോമാറ്റിക് പറഞ്ഞോ. 2017-18 രജിസ്റ്റർ വരുന്ന വണ്ടിയാണ്. ഓക്കെ, RXT AMT. ഓക്കെ, ഇത് സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, 3,30,000. 3,30,000 ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. എക്സ്ട്രാ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കമ്പനി കണ്ടീഷൻ തന്നെ, സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുന്ന വണ്ടിയാണ് അല്ലേ. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. വീണ്ടും ഒരു വാഗണർ. ഇത് 2016 മോഡൽ. ഓക്കെ, VXI AMT ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണറിലാണ് നടക്കുന്നത്. തേർഡ് ഓണർഷിപ്പിലാണ്. എത്ര ചോദിക്കുന്ന വില? 390. 390 ഈ വാഹനത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. ഇതിന് ഫിനാൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. 2016 മോഡൽ ആയതുകൊണ്ട് തന്നെ ഇന്റീരിയർ സൈഡും എല്ലാം നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. ഇതിപ്പോൾ ഇതേതാ വണ്ടി? A സ്റ്റാർ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. 2013 മോഡൽ. ആ, VXI VVT ഓട്ടോമാറ്റിക് ആണ്. VVT ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണറിലാണ് നടക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,08,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഈ കിടക്കുന്ന ആസ്റ്റർ എന്ന് പറയുന്ന വണ്ടി. അല്ല ശരി, പറയുമ്പോൾ തെറ്റിപ്പോണ്. A സ്റ്റാർ കേട്ടോ. അപ്പോൾ ഇതിന് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കുമല്ലോ. 2013 ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര രൂപ വരെ ഫിനാൻസ് കിട്ടും? 2 ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഇത് ഐറ്റണല്ലേ? പ്രൈസ് പറഞ്ഞില്ല, 290 ചോദിക്കുന്നത്. ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ലായിരുന്നു കേട്ടോ, ക്യാമറ കറങ്ങി വന്ന്. ഇതിന്റെ പ്രൈസ് പറയുന്നത് 290 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിന് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആകെ കിളി പോയി. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു. 2012 മോഡൽ. 2012 മോഡൽ ആസ്റ്റ. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VVT ഓട്ടോ എഡിഷൻ. ഓക്കെ, 84,000 വരുന്ന വണ്ടിയാണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഐട്ടൺ ആണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഇത് 295 ആണ്. 295 ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. ഇതിനും ഫിനാൻസ് അവൈലബിൾ ആയിരിക്കുമല്ലോ. ഓക്കെ, ഈ ഓട്ടോമാറ്റിക് ഐട്ടൺ എന്ത് മൈലേജ് ഉണ്ടാവും ബ്രോ? 15 മൈലേജ് ഉണ്ടാവും അല്ലേ. ഓക്കെ, പെട്രോൾ വണ്ടിയല്ലേ ഇത്? പെട്രോൾ. അപ്പോൾ ഈ പരിചയപ്പെട്ട ഓട്ടോമാറ്റിക് വണ്ടികളെല്ലാം പെട്രോൾ അല്ലായിരുന്നോ? പെട്രോൾ. ആമിയോ മാത്രം ഡീസൽ. ഓക്കെ, ആ ഒരു ആമിയോ മാത്രമാണ് ഡീസൽ വണ്ടിയുള്ളൂ. ബാക്കിയെല്ലാം പെട്രോൾ വണ്ടിയായിരുന്നു. ഇയോൺ ഉണ്ടോ? ഒരു ഇയോണും കൂടി കിടപ്പുണ്ട് ഇവിടെ, മറന്നുപോയി. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇത് 2013 മോഡൽ. 2013 മോഡൽ. ഓക്കെ, ഇത് 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 1,30,000 ആണ് ചോദിക്കുന്നത്. 1,30,000 ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. ഇതിന് ഫിനാൻസ് അവൈലബിൾ അല്ലേ? 2013 ആണ്. 2013 മോഡൽ. ഇയോൺ ഇറങ്ങിയ ആ ഒരു സമയത്തുള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ടയർ, പുതിയ ടയറാണ് ഇട്ടിരിക്കുന്നത്. ഇന്റീരിയർ സൈഡൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഫിനാൻസ് അവൈലബിൾ ആണ് ഈ വണ്ടിക്ക് അല്ലേ. അപ്പോൾ ഇത്ര വണ്ടികളല്ലേ നമ്മൾ എന്ത് വീഡിയോയിലുള്ളത്. അപ്പോൾ ബാക്കി അപ്പുറത്ത് കിടക്കുന്ന വണ്ടികളെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഷോറൂമിലേക്ക് വിളിക്കാവുന്നതാണ്. ഒരു പ്രശ്നമില്ല. 100% വിശ്വസ്തയോടെ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ലൊക്കേഷൻ വരുന്നത് ഒന്നും കൂടി പറഞ്ഞു ബ്രോ. മഞ്ചേരി തുറക്കൽ തുറക്കലാണ് പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് അല്ലേ. ഓക്കെ, കോഴിക്കോട് പോകുന്ന റൂട്ട് മഞ്ചേരിയിൽ നിന്ന്. യെസ്, അതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. താങ്ക് യു സോ മച്ച് ബ്രോ. 2 വീഡിയോ കട്ടയ്ക്ക് കൂടെ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നതിന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലം വണ്ടിയുടെ വീഡിയോ ആണ്. ആ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ കൊടുക്കും.